ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൽ നമുക്ക് അടുത്തതായി എടുക്കാനുള്ള ടോപ്പിക്ക് സൈബർ സ്പേസ് ആണ്. അപ്പോൾ ഇന്നുള്ള ലോകം എന്ന് പറഞ്ഞാൽ കുറേ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ട് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലോകത്തിൽ എവിടെയുള്ള ഏത് രണ്ട് വ്യക്തികളെയും അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വയറിൻ്റെയും ബന്ധമില്ലാതെ വിർച്വലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ കമ്പ്യൂട്ടർ വേൾഡിനെയാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഈ ലോകം ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷൻസിനെ പാസ് ചെയ്യുന്ന ഈ ഒരു വൈഡ് വേൾഡിനെയാണ് ഇവിടെ സൈബർ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാനുള്ളത് IT ആൻഡ് ഇൻഡസ്ട്രി, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ IT ഇൻഫർമേഷൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻഡസ്ട്രിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് ഉണ്ടാവുക, അതല്ലെങ്കിൽ എന്തൊക്കെ ത്രെഡ്സുകളാണ് ഉണ്ടാവുക എന്നതാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ IT ആൻഡ് ഇൻഡസ്ട്രി നമുക്ക് ജനറലായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം നമുക്കൊക്കെ അറിയാം, ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. അതിൽ ആദ്യം പറയുന്ന പാരഗ്രാഫിൽ പറയുന്ന കുറച്ച് മെയിൻ പോയിൻറ്റ്സ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അതേപോലെ കുറച്ച് സബ് പോയിൻറ്റ്സ് ആയിട്ടും ഇതിൽ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ഇൻഫർമേഷൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ ന്യൂ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സ്കോപ്സ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് മോർ എഫിഷ്യൻ്റ് ആയിട്ട് നടത്താൻ പറ്റും. പിന്നെ കുറേ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പണൻസിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് പുതിയ മോഡേൺ മെത്തേഡ്സ് ആൻഡ് മെക്കാനിക്കൽ ടൂൾസ് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ട്രഡീഷണൽ പ്രൊഡക്ട്സ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് അതിന് പകരം ടെക്നോളജിക്കലായിട്ട് മോർ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ന്യൂ പ്രൊഡക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇൻഡസ്ട്രിയിലേക്ക് IT നമുക്ക് അഡോപ്റ്റ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മളെ ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി വന്നതിലൂടെയാണ് ഒരു സ്പീഡായിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്ത് എല്ലാ കൺട്രികൾക്കും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഇന്ത്യൻ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ചേഞ്ച് ചെയ്യാനുള്ളതിലൊരു ഇമ്പോർട്ടൻറ്റ് റോള് ടെക്നോളജി ഇന്നുണ്ട് എന്നാണ് പറയണത്. അതേപോലെ നെക്സ്റ്റ് വരുന്ന ഫ്യൂ ഇയേഴ്സിൽ നമ്മളെ IT ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് എബൌട്ട് 12% ആയിരിക്കും എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഓപ്പർച്യൂണിറ്റിയിൽ ഫസ്റ്റ് പറയുന്ന പോയിൻ്റാണ് ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിങ്. അപ്പോൾ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് ഇവിടെ 2 വട്ടം പറയുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിങ്ങും ഉണ്ട്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങും ഉണ്ട്. ആ BPO ഓൾറെഡി നമ്മളൊക്കെ +1 ബിസിനസ് സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഓർമ്മ ഉണ്ടാവും. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഇപ്പോൾ ഒരു ബിസിനസ്സിലെ ഏതെങ്കിലും ഒരു വർക്ക് പുറത്തുള്ള ഇങ്ങനെ ഔട്ട്സോഴ്സിങ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുക. ഒരു കമ്പനിക്ക് കുറേ ഉദാഹരണമാണ്, ഒരു കമ്പനിക്ക് ഇപ്പോൾ കുറേ ക്യാഷ് പുറത്തുനിന്ന് കിട്ടാനുണ്ട്. ഒരു കമ്പനിക്ക് ഡയറക്റ്റ് ആയിട്ട് അത് കളക്ട് ചെയ്യുന്ന പകരം ആ ഒരു വർക്ക് പുറത്തുള്ള ഒരു കമ്പനി എന്ത് ചെയ്യുക, ഏൽപ്പിക്കുക. അപ്പോൾ അവരത് കളക്ട് ചെയ്തിട്ട് ഈ കമ്പനിക്ക് കൊടുക്കും, പകരം അവർക്കൊരു ഫീസ് എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അതിനെയാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്, BPO എന്ന് ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി വന്നതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് പറയുന്നത്. അതേപോലെ ഫസ്റ്റ് പോയിൻ്റ് ആയിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിങ് ഒരു ബിഗ്ഗസ്റ്റ് റവന്യൂ ആണ് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ വേറൊരു കമ്പനി മറ്റൊരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക.
ഒരു കമ്പനിക്ക് അത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ അപ്പോൾ വേറെ കമ്പനി അവർക്ക് എന്ത് ചെയ്യാണ് അത് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ആ കമ്പനിയും കൂടി എന്ത് ചെയ്യാണ് മെച്ചപ്പെടുകയാണ്. അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിക്ക് അത് കിട്ടുന്ന കമ്പനി എന്ത് ചെയ്യേണ്ടിവരും അതിനുള്ള ഒരു പ്രൈസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിലൊക്കെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയണത്. അതേപോലെ ഹാർഡ്വെയറും അതേപോലെ സോഫ്റ്റ്വെയറിന് കാര്യം പറയുന്നുണ്ട്. റിലേറ്റഡായി പോയിന്റ് വരുമ്പോൾ ഒപ്പം പറയുകയാണ് കേട്ടോ. ഹാർഡ്വെയർ സപ്പോർട്ടും ഉണ്ട്, അപ്ലിക്കേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് സർവീസും ഉണ്ട്. അപ്പോൾ പല ഇൻഡസ്ട്രിക്കും പല തരത്തിലുള്ള ഹാർഡ്വെയർസ് ആവശ്യമുണ്ട്. ലാസ്റ്റ് പോയിന്റ് ഒരു ഹാർഡ്വെയർ ആണ് കേട്ടോ, അതും കൂടി ഇതിൽ കൂട്ടി പറയുന്നുണ്ട്. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ ഒരു ഹാർഡ്വെയർ ആയിട്ട് കണക്കാക്കുക, അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ, ഡെസ്ക്ടോപ്പ്, ടാബ്ലറ്റ് ഒക്കെ എന്താണ് ഹാർഡ്വെയർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സ്, അതല്ലെങ്കിൽ നമ്മളെ സെർവർ സ്റ്റോറേജ് ചെയ്യാനുള്ള സൈബർ സ്റ്റോറേജ് സ്പേസ്, ഇതൊക്കെ പല കമ്പനികളും അല്ലെങ്കിൽ IT വന്നതോടെ ഓരോ ഇൻഡസ്ട്രിക്കും കിട്ടുന്ന കുറേ ബെനിഫിറ്റുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഹാർഡ്വെയർ സപ്പോർട്ട്, അതേപോലെ തന്നെ നമുക്ക് എന്തും കിട്ടുന്നുണ്ട് പല സോഫ്റ്റ്വെയറും. ഇപ്പോൾ നമ്മൾ കടകളിലൊക്കെ പണ്ട് എഴുതിയിട്ടൊക്കെയാണ് ബില്ലുകൾ തന്നിരുന്നത് അല്ലേ. അപ്പോൾ അധിക കമ്പ്യൂട്ടറുകളിലും അവർക്ക് അനുയോജ്യമായ തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് കഴിയുന്നുണ്ട്. അവർക്ക് ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് അത് ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു ഇൻഡസ്ട്രി അതിലൂടെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഒരു തുണിക്കടക്ക് വേണ്ട സോഫ്റ്റ്വെയർ ആവില്ല ചിലപ്പോൾ ഒരു പെട്രോൾ പമ്പിന് വേണ്ടി വരിക അല്ലേ. പെട്രോൾ പമ്പിന് വേണ്ട സോഫ്റ്റ്വെയർ ആവില്ല ചിലപ്പോൾ വേറെ ഏതെങ്കിലും ബിസിനസ്സിന് വേണ്ടി വരിക. അവർക്ക് അനുയോജ്യമായ തരത്തിലുള്ള സോഫ്റ്റ്വെയർ പാക്കേജസൊക്കെ ഇന്ന് പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജി വന്നതിൻ്റെ കുറേ ഓപ്പർച്യൂണിറ്റീസാണ്. അതേപോലെ IT കൺസൾട്ടിങ് വേറെ പോയിൻ്റാണ്. അതായത് IT ഇൻഫർമേഷൻ ടെക്നോളജി കൺസൾട്ടിങ്, അതായത് ഇപ്പോൾ നമ്മളൊരു കോളേജ് പറയുകയാണ്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ഇതിൽ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമ്മളെ ബൈജൂസ് ആപ്പ് പോലത്തെ ആപ്പുകൾ ഉണ്ടല്ലോ അല്ലേ. അതൊക്കെ അങ്ങനെ വല്ല ന്യൂ ഇന്നോവേഷൻസൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പല IT കൺസൾട്ടൻസും ഇന്നെന്താണ് അവൈലബിൾ ആണ്. ഇവരുടെയൊക്കെ സർവീസ് യൂസ് ചെയ്യുന്നവർ നമുക്കതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻഫർമേഷൻ ആൻഡ് നെറ്റ്വർക്ക് ഇൻറ്റഗ്രേഷൻ സർവീസസ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്ക് വേണം. അപ്പോൾ നമ്മളടുത്തൊരു ഫോൺ ഉണ്ട് വെച്ചിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കറക്റ്റ് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് കണക്ഷൻ എടുത്ത നെറ്റ്വർക്കിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പല സർവീസസ് ഇപ്പോൾ നമ്മളെ കുറേ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ IT വന്നതുപോലെ എന്താണ് ഓപ്പർച്യൂണിറ്റീസാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റീസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഇനി അതിൻ്റെ ത്രെഡ്സ്, എന്തൊക്കെ ഭീഷണികളാണ് ഇൻഫർമേഷൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നത് എന്നാണ്. അതിൽ ഒരു സ്മോൾ പോയിൻറ്റ്സ് ആയിട്ട് കുറച്ച് പറയുന്നുണ്ട്, പിന്നെ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു 5 പോയിൻറ്റ് സിമ്പിളായിട്ട് പറയുന്നുണ്ട്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഫെയിലിയർ. അപ്പോൾ നമ്മൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറൊക്കെ യൂസ് ചെയ്യുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അതിന് ഫെയിലിയർ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് കാരണം നമ്മുടെ ഡാറ്റ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് മാൽവെയർ ആൻഡ് വൈറസ്, ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസാണ്. അതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷനെ ഡാമേജ് ചെയ്യുന്ന, ഡിസ്റപ്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് മാൽവെയർ ആൻഡ് വൈറസസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും നെറ്റ്വർക്കിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ ആക്സസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ പെൻഡ്രൈവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഡാറ്റകൾ കമ്പ്യൂട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒക്കെ അതിൻ്റെ കൂടെ കയറിക്കൂടുന്ന സം ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസാണ് ഇത്. ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷനെ അതെന്ത് ചെയ്യും, ഡിസ്റപ്റ്റ് ചെയ്യും. പിന്നെ പല തരത്തിലുള്ള സ്പാം, സ്കാംസ് ആൻഡ് ഫിഷിംഗ്, കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ യൂസേഴ്സിനെ പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന തരത്തിലുള്ള പല സ്പാമുകളും സ്കാംസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജി വന്നത് കാരണമുള്ള കുറേ ത്രെഡ്സുകളാണ്. അതേപോലെ ഹ്യൂമൻ എറർ, മനുഷ്യൻ എന്ത് സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം. അത് കാരണവും ഇൻഡസ്ട്രിക്ക് IT വന്നതോടെ കുറച്ച് ത്രെഡ്സുകളുണ്ട്. ഇൻകറക്റ്റായിട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്യുക, കെയർലെസ് ആയിട്ട് ഡാറ്റ ഡിസ്പോസൽ ചെയ്യുക, നമ്മൾ ആവശ്യമില്ലാതെ സ്കാം പോലത്തെ ഇമെയിലുകൾ ആക്സിഡൻ്റലായിട്ട് തുറക്കുക. അങ്ങനെ ഹ്യൂമൻ എറർ കാരണം വരുന്ന ത്രെഡ്സുകളും ഇൻഡസ്ട്രിക്ക് ഇൻഫർമേഷൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്നുണ്ട്.
അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാനുള്ളത് ഐഡൻറ്റിറ്റി തെഫ്റ്റാണ്. ഇതൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ വന്നത് കാരണമുള്ള ത്രെഡ്സിൻ്റെ ഭാഗമായി പറയുന്നതാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അപ്പോൾ എന്താണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്? നമ്മൾ വേറൊരാളുടെ ഡാറ്റ അല്ലെങ്കിൽ അയാളുടെ ഇൻഫർമേഷൻസ് അയാളുടെ സമ്മതമില്ലാതെ റോങ് ആയിട്ട് ആക്സസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇക്കണോമിക് ഗെയിനിന് വേണ്ടി ചെയ്യുന്ന ക്രൈംസിനാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ഇപ്പോൾ ആമസോണിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കോൾഡ് സ്റ്റോറി. അതിലെ വില്ലൻ കഥാപാത്രമായ ആ പെൺകുട്ടി ചെയ്യുന്ന ക്രൈം അവിടെ ഐഡൻറ്റിറ്റി തെഫ്റ്റാണ്. അതായത് വേറൊരാളുടെ ഡാറ്റ, ആധാർ ഡാറ്റ വെച്ചിട്ട് അയാളുടെ ഇക്കണോമിക് ഗെയിനിന് വേണ്ടിയിട്ട് അയാളുടെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കുക. ആ സിനിമയിൽ ആ വേർഡ് പ്രത്യേകം എടുത്ത് പറയുന്നത് തന്നെയുണ്ട്, ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് വേറൊന്നാണ് സ്പാം. സ്പാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ ഗൂഗിളിൽ എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടാവും, നമുക്ക് ജിമെയിൽ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ജിമെയിലിലെ ഫോൾഡേഴ്സ് എടുത്ത ഓൾ മെയിൽ, ഇമ്പോർട്ടൻ്റ്, അങ്ങനെ കുറേ സെക്ഷൻസ് കാണാം ജിമെയിലിൽ. അതിൽ സ്പാം എന്നൊരു ഫോൾഡർ കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സ്പാം എന്ന ഫോൾഡറിലേക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ടാവും. ഒക്കെ വേറെ ഏതെങ്കിലും കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റോ അതല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊമോഷനോ അതല്ലെങ്കിൽ വല്ല വൈറസോ മാൽവെയറൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പാം മെസ്സേജുകൾ അയക്കുക. എന്താണ് സ്പാം എന്ന് സിമ്പിളായി ചോദിച്ചാൽ ഇറലവൻറ്റ് ഓർ അൺസൊലിസിറ്റഡ് മെസ്സേജ്, ഇൻ്റർനെറ്റ് വഴി സെൻഡ് ചെയ്യുന്ന അൺസൊലിസിറ്റഡ് ഓർ ഇറലവൻറ്റ് മെസ്സേജിനെയാണ് സ്പാം എന്ന് പറയുന്നത്. അത് ഈ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആവാം, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈറസോ മാൽവെയറോ സ്പ്രെഡ് ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും ആവാം, അതിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ പ്രൊമോഷനോ അങ്ങനെയൊക്കെ സ്പാമായിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് സ്പാം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ഈ സ്പാമിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഫോണിൽ ട്രൂ കോളർ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് സ്പാം കോളോ അല്ലെങ്കിൽ സ്പാം മെസ്സേജൊക്കെ വരികയാണെങ്കിൽ ട്രൂ കോളർ എന്ത് ചെയ്യും, അത് ട്രൂ കോളറിൽ അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത നമ്പറുകളായിരിക്കും. അങ്ങനെ ആരെങ്കിലും കുറേ ആളുകൾ ഇത് സ്പാമാണെന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ നമ്പറിനെ ട്രൂ കോളർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത നമ്പറിൽ നിന്ന് നമുക്ക് വല്ല ഫോണോ അതല്ലെങ്കിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ തന്നെ റെഡ് കളറിലായിരിക്കും ട്രൂ കോളിൻ്റെ ആ ഒരു എംബ്ലം വരുന്നുണ്ടാവുക, സ്പാം എന്ന് അതിൽ എഴുതിയിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്പാമിനെ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. കാരണം നമുക്ക് ആ ട്രൂ കോളിൽ കോൾ വരുമ്പോൾ തന്നെ അത് സ്പാമാണെന്ന് അറിയാം. ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റിജക്റ്റ് ചെയ്യാം, ആ കോൾ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കാം. അതേപോലെ ഫിൽറ്ററിങ് സിസ്റ്റം ഏകദേശം ഇതേപോലെ തന്നെയാണ്. വരുന്ന മെസ്സേജിനെ ഫിൽറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം, അതിൽ ഏതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ജിമെയിൽ എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണമായിരിക്കും. കാരണം സ്പാം മെസ്സേജൊക്കെ അധികം ആ സ്പാം എന്ന ഫോൾഡറിലേക്കാണ് വരിക. അതിനെ ഫിൽറ്ററിങ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ലീഗൽ അപ്രോച്ചസ്, നമുക്ക് ലീഗലായിട്ട് എന്ത് ചെയ്യാം, ഗവൺമെൻറ് ലെവൽസിൽ പെനാൽറ്റീസൊക്കെ അതിനുണ്ട്. അങ്ങനെയും സ്പാമിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പറയുന്ന അവോയ്ഡ് ചെയ്യാനുള്ള വേറെ ഐഡിയ, ഇപ്പോൾ നമുക്ക് 2 മെയിൽ ഐ ഡി ഉണ്ടാവാം. പബ്ലിക്കായിട്ട് കൊടുക്കുക ഒരു മെയിൽ ഐ ഡി, നമുക്ക് പേഴ്സണലായിട്ട് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാം, വേറൊരു മെയിൽ ഐ ഡി യൂസ് ചെയ്യാം. നമ്മൾ പുറത്തൊക്കെ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഫോമുകൾ ഫില്ല് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ ഫോംസൊക്കെ ഫില്ല് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ ഇമെയിൽ ഐ ഡി പുറത്തുള്ള ആളുകൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മളെ ഇമെയിലേക്ക് സ്പാം മെസ്സേജ് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും 2 ഇമെയിൽ നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും 2 ഇമെയിൽസ് ഉണ്ടാവണം. ഒരു ഇമെയിൽ നമ്മൾ കൊടുക്കുക നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർക്ക്, അതല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ മാത്രം ആ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. പബ്ലിക്കായിട്ട് ഏത് ഫോം ഫില്ല് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പബ്ലിക്കായി പോകും എന്ന് തോന്നുന്ന ഏത് സാഹചര്യത്തിലും നമുക്ക് പബ്ലിക്കായിട്ടുള്ള ഇമെയിൽ ഐ ഡി കൂടി എന്ത് ചെയ്യണം, നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാക്സിമം നമുക്ക് ആ സ്പാം ഒഴിവാക്കാൻ പറ്റും. സ്പാം വരിക തന്നെ മറ്റേ പബ്ലിക് ഇമെയിലേക്കല്ലേ, പ്രൈവറ്റ് ഇമെയിലേക്ക് പുറത്ത് പോകാത്തതുകൊണ്ട് അത് സ്പാം മെസ്സേജ് വരില്ല. പിന്നെ ഓൺലൈൻ ഫോമിൻ്റെ കാര്യം പറഞ്ഞു. എപ്പോഴും ഓൺലൈൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ പബ്ലിക് ഇമെയിൽ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഏത് വെബ്സൈറ്റിലാണ് നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്നത്, അപ്പോൾ അവരുടെ പ്രൈവസി പോളിസിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്യുക. പിന്നെ ഒരു ഇൻസ്റ്റാൾ ചെയ്ത ഫയർവാൾ, ഇത് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർസാണ് ഫയർവാൾ എന്ന് പറയുക. ആ ഫയർവാൾ നമ്മൾ ഇപ്പോൾ ആൻറ്റിവൈറസുകളിലൊക്കെ ഓട്ടോമാറ്റിക് ഫയർവാൾസ് ഉണ്ടാകും. കുറേ ആൻറ്റിവൈറസസൊക്കെ നമ്മൾ
ഫോണിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സിലൊക്കെ അധികം ആൻറ്റിവൈറസ് യൂസ് ചെയ്യും. എല്ലാ ആൻറ്റിവൈറസിലും ഇൻക്ലൂഡിങ് ഫയർവാൾ ഉണ്ടാവും. ഫയർവാൾ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇൻ്റർനെറ്റിൽ വരുന്ന സ്പാം മെസ്സേജത്തിന്, ഹാക്കിങ്ങിനെയും വൈറസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയറാണ് ഫയർവാൾ എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഡു നോട്ട് റെസ്പോണ്ട് ടു ഇമെയിൽ ദസ് ആസ്ക് ടു വെരിഫൈ അക്കൗണ്ട് ഇൻഫർമേഷൻ. നമ്മളുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യാൻ വരുന്ന ഇമെയിൽസിനൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫാമിലി ഫോം ഫില്ല് ചെയ്യാൻ, അതല്ലെങ്കിൽ അവരുടെ ഇമെയിലൂടെ കയറിയുമ്പോൾ നമ്മൾ അക്കൗണ്ട് ഇൻഫർമേഷൻ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തേനൊന്നും നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ ആവശ്യമില്ലാത്ത ലിങ്കുകളിൽ കയറാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മളൊരു അക്കൗണ്ട് ഇൻഫർമേഷൻ ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സേഫ് ഗാർഡ് ലോഗിൻ ഇൻഫർമേഷൻ. നമ്മളുടെ ലോഗിൻ ഇൻഫർമേഷൻ പല അക്കൗണ്ട്സിൽ നമുക്കുള്ളതായിരിക്കില്ല, അതിലൊക്കെ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. അതിൻ്റെയൊക്കെ ലോഗിൻ ഇൻഫർമേഷൻ നമ്മൾ സേഫായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. അതൊരിക്കലും ഒരു പുറത്ത് കൊടുക്കുക, അതിൽ ഏതിൽ ഫില്ല് ചെയ്യുമ്പോൾ അത് അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഒന്നും എന്ത് ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്പാമിനെ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കുക്കീസ്. കുക്കീസ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ പറയുന്നുണ്ട്, പക്ഷെ ചെറിയൊരു കാര്യമേ ഉള്ളൂ. അതിനൊരു മീനിങ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്മോൾ ടെക്സ്റ്റ് ഫയൽ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഓൺ എ യൂസേഴ്സ് വെബ് ബ്രൗസർ. നമ്മൾ വെബ് ബ്രൗസറിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്മോൾ ടെക്സ്റ്റ് ഫയലിനാണ് കുക്കി എന്ന് പറയുന്നത്. അതൊരു സ്മോൾ പീസ് ഓഫ് ഡാറ്റയാണ്. അത് എന്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നറിഞ്ഞാൽ തന്നെ അത് എന്താണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു സൈറ്റിൽ കയറുമ്പോൾ, നമ്മൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ ഏതെങ്കിലും ബ്രൗസർ ക്രോം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു സൈറ്റിൽ കയറി, ആ സൈറ്റിൽ കയറിയാൽ ആ സൈറ്റിന് നമ്മൾ ഓൾറെഡി മുന്നേ ഇതിൽ വന്ന ആളാണ് എന്ന ഐഡൻറ്റിറ്റി ആ സൈറ്റിന് അറിയാൻ വേണ്ടിയിട്ടും, നമ്മൾ മുന്നേ കയറിയപ്പോൾ നമ്മളുടെ രൂപത്തിൽ ആ സൈറ്റിനെ നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ചില സൈറ്റുകൾ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വേറെ ഏതെങ്കിലും ലോഗിൻ ഇൻഫർമേഷൻ അതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഈ 3 കാര്യങ്ങൾ ആക്സസ് ചെയ്യാനാണ് കുക്കിയുടെ മെയിൻ പർപ്പസ്. അപ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് കയറിക്കുന്ന വെബ്സൈറ്റ് കുക്കീസ് ആക്സെപ്റ്റ് ചെയ്യാന്നൊക്കെ നമ്മളോട് ചോദിക്കാറ്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഫയൽ നമ്മളെ ബ്രൗസറിൽ എന്താവും, സേവ് ആവും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും കയറുമ്പോൾ നമ്മൾ ഇന്ന ആൾ ഇന്ന സമയത്ത് കയറി എന്ന ഐഡൻറ്റിറ്റി അവർക്ക് കിട്ടുകയും പകരം നമ്മൾ വല്ല കസ്റ്റമൈസും ചെയ്തിട്ട് അത് അവിടെ വരികയും വല്ല ലോഗിൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഓട്ടോമാറ്റിക്കലി കുക്കീസ് കാരണം എന്ത് ചെയ്യും, വരികയും ചെയ്യും. അപ്പോൾ മീനിങ് പറയുന്നത് സ്മോൾ ടെക്സ്റ്റ് ഫയൽ ദാറ്റ് സ്റ്റോർഡ് ഓൺ എ യൂസേഴ്സ് വെബ് ബ്രൗസർ. അല്ലെങ്കിൽ വേറൊരു മീനിങ് പറയുകയാണെങ്കിൽ കുക്കി ഈസ് എ സ്മോൾ പീസ് ഓഫ് ഡാറ്റ ദാറ്റ് എ സെർവർ സെൻഡ്സ് ടു ദി യൂസേഴ്സ് വെബ് ബ്രൗസർ എന്നുകൂടി എന്ത് ചെയ്യാം, പറയാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹാർഡ്വെയർ ആൻഡ് സ്പൈവെയർ. ഈ സ്പൈവെയറിൻ്റെ ഒരു ടൈപ്പാണ്, അല്ലെങ്കിൽ ഒരു ഫോമാണ് ആഡ്വെയർ എന്ന് പറയാം. ആഡ് എന്നത് അഡ്വർടൈസിങ് എന്നൊരു മീനിങ് ആണ് ആഡ്വെയർ എന്നുള്ളത്. അപ്പോൾ ആഡ്വെയർ എന്ന് പറയുമ്പോൾ അഡ്വർടൈസുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. നമ്മൾ പല സൈറ്റുകളിലും പല ആപ്പുകളും യൂസ് ചെയ്യുന്നവരാണ് അല്ലേ, പല സൈറ്റുകൾ ഉപയോഗിക്കുന്നവരും അതേപോലെ പല ആപ്പുകൾ യൂസ് ചെയ്യുന്നതാണ്. പല സൈറ്റ് കയറുമ്പോൾ ഒരുപാട് പരസ്യങ്ങളുടെ ബാനർ കാണാം. ചില ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുക, പരസ്യങ്ങൾ വരാം. ആ പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതല്ലെങ്കിൽ നമ്മളെന്താണോ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നത് ആ ഒരു ഇൻഫർമേഷനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ആ ഒരു ആഡ് വരുന്നുണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം തന്നെ ആയിരിക്കും അവിടെ ആഡായിട്ട് കാണിക്കുന്നുണ്ടാവുക. അത് ചെയ്യുന്നത് ഈ ആഡ്വെയർ ആണ്. നമ്മളുടെ ഇൻഫർമേഷൻ നമ്മളറിയാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ആര്, ഈ ആഡ്വെയർ കളക്ട് ചെയ്യുന്നുണ്ട്. ഈസി ഫോം സ്പൈവെയർ ആണ്. സ്പൈവെയർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇങ്ങനെ ഇൻഫർമേഷൻസ് മറ്റുള്ളവരെ സമ്മതമല്ലാതെ കളക്ട് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ ആണ് സ്പൈവെയർ. അതിൻ്റെ ഒരു ഫോമാണ് ആഡ്വെയർ. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ സമ്മതമില്ലാതെ നമ്മുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഫോം ഓഫ് സ്പൈവെയർ ആണ് ആഡ്വെയർ എന്ന് പറയാം. ഓക്കെ, അതേപോലെ സ്പൈവെയർ പറയുകയാണെങ്കിലും ഇതേപോലെ തന്നെ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു യൂസറുടെ സമ്മതമില്ലാതെ അയാളുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് ഈ സ്പൈവെയർ. ഇത് നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ നോളജ് ഇല്ലാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആക്സസ് ചെയ്തിട്ട് ഒരു തേർഡ് പാർട്ടി ലൊക്കേഷനിലേക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ പാസ് ചെയ്യുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് സ്പൈവെയർ. പിന്നെ സ്പൈയിങ് ചെയ്യുന്ന 3 ടൈപ്സ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. അവർ ഓൺലൈൻ അറ്റാക്കേഴ്സ് ഉണ്ട്, മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻസ് ഉണ്ട്, അതേപോലെ സ്പൈയിങ് ബൈ എ ട്രസ്റ്റഡ് ഇൻസൈഡർ.
പിന്നെ എങ്ങനെയാണ് ഈ സ്പൈവെയർ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ഓൺലൈൻ ആക്ടിവിറ്റീനെ അവർ വെബ്സൈറ്റിലൂടെ ലുക്ക് ചെയ്തിട്ട് അവിടെ നമ്മളെ പല കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ സ്പൈവെയർ എന്ന ആ സിസ്റ്റം ഉപയോഗിച്ചിട്ട് അവർ ആക്സസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഈ സ്പൈവെയറിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്നാണ് പറയണത്. ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഡാറ്റാസൊക്കെ അവർ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ ട്രാൻസാക്ഷനിലുള്ള റിലയബിലിറ്റി കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ ഒരു ഓൺലൈൻ ആക്ടിവിറ്റി ചെയ്യാനുള്ള കസ്റ്റമേഴ്സിൻ്റെ കോൺഫിഡൻസ് അവിടെ ഇല്ലാതാവുന്നുണ്ട്. കാരണം അവർ നമ്മുടെ ഡാറ്റ എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്യാണ് സ്പൈവെയർ യൂസ് ചെയ്തിട്ട്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ അവർക്ക് ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് കസ്റ്റമേഴ്സിനൊക്കെ അപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു ഫിയർ അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയണത്. അതാണ് ഇമ്പാക്റ്റ് ഓഫ് സ്പൈവെയറിൽ പറയുന്നത്. അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് സ്പൈവെയർ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അത് പറയുമ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ ഹാങ് ആവാം, അതേപോലെ ക്രാഷ് ആവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുക, ദാറ്റ് ഈസ് ഹാങ്ങിങ് എന്ന് പറയാം. അതേപോലെ നമ്മളെ ഡാറ്റ ലോസ് ഉണ്ടാവാനും പിന്നെ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കാനൊക്കെ ഈ സ്പൈവെയർ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറിന് കുറച്ച് ഇമ്പാക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് മാൽവെയർ. മാൽവെയർ എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു സോഫ്റ്റ്വെയർ, അതല്ലെങ്കിൽ ഒരു പ്രോഗ്രാം, അതല്ലെങ്കിൽ ഒരു ഫയലിനെയാണ് നമ്മൾ മാൽവെയർ എന്ന് പറയുന്നത്. അത് നമ്മളെ കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യും, ഡാമേജ് ചെയ്യും, അതത്തെ ഡാറ്റാസിനെ ലോസ് ചെയ്യും, കമ്പ്യൂട്ടേഴ്സിനെ ഹാങ് ആക്കും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ മാൽവെയർ കൊണ്ട് ചെയ്യാൻ പറ്റും. മാൽവെയർ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കുറച്ച് ടൈപ്സ് ആണ്: കമ്പ്യൂട്ടർ വൈറസ്, വോംസ്, ട്രോജൻ ഹോഴ്സസ്, സ്പൈവെയർ. ഇതിനൊക്കെ ടോട്ടലായി പറയുന്ന പേരാണ് മാൽവെയർ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഐഡൻറ്റിറ്റി തെഫ്റ്റ് മെത്തേഡിനെ നമുക്ക് ഫിഷിംഗ് എന്ന് പറയാം. അപ്പോൾ ഫിഷിങ്ങിൽ ഒരു ഫിഷർ ചെയ്യുന്നത് ഒരു യൂസറുടെ കോൺഫിഡൻഷ്യലായിട്ടുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷന് റിട്രീവ് ചെയ്യുകയാണ് ഒരു ഫിഷിങ്ങിലൂടെ ഒരു ഫിഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വല്ല ഇമെയിൽ അയച്ചിട്ടോ ടെലിഫോണ് ചെയ്തിട്ടോ ഒക്കെ അവിടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പല ഫിഷിംഗ് സംഭവങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് OTP വരും, ആ OTP പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്കിലുള്ള കുറേ ക്യാഷ് എന്ത് ചെയ്യും, പോവും. അതല്ലെങ്കിൽ നമ്മളെ ATM കാർഡിൻ്റെ നമ്പർ പറയൂ, ബാങ്കിൽ നിന്നാണ് വിളിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിൽ CVV എത്രയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ATM പിന്ന് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടൊക്കെ പല ഫിഷിംഗ് കോൾസ് നമുക്ക് എന്ത് ചെയ്യാറുണ്ടാകാറുണ്ട്. ഇതൊക്കെ ഫിഷിങ്ങിന് എന്ത് ചെയ്യാൻ ഉദാഹരണമാണ്. പിന്നെ നമ്മൾ ഓപ്പറേഷൻ ജാവ എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ ഒക്കെ ആ നേഴ്സിനെ കുറേ ക്യാഷ് തട്ടുന്നതും ടൈപ്പ് ഓഫ് ഫിഷിങ്സ്, ആ ബാങ്ക് മാനേജറുടെ ക്യാഷ് പോകുന്ന ടൈപ്പ് ഓഫ് ഫിഷിംഗ് ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഫിഷിങ്ങിന് എന്ത് ചെയ്യണതാണ്, ഉദാഹരണമാണ്. അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്നത് അവിടെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചെയ്യും, അതേപോലെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാനും കാരണമാകുന്നു. നമ്മുടെ ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻസൊക്കെ അവർ ഫിഷിങ്ങിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിഷിംഗ് എന്ന് സിമ്പിളായിട്ട് പറയുമ്പോൾ ഒരു ഓൺലൈൻ ഐഡൻറ്റിറ്റി തെഫ്റ്റ് മെത്തേഡിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഒരു ഫിഷിങ്ങിൽ ഒരു ഫിഷർ ഒരു യൂസറുടെ കോൺഫിഡൻഷ്യൽ ഓർ സെൻസിറ്റീവ് ഇൻഫർമേഷന് റിട്രീവ് ചെയ്യുന്നതിന്, ഫ്രോഡുലൻ്റായിട്ട് റിട്രീവ് ചെയ്യുന്ന അറ്റംപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യുന്ന ഫിഷിംഗ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്സ് അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.